എന്തായാലും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് പ്രേക്ഷകർ വച്ചു പുലർത്തുകയും ചെയ്യുന്നത്. കാരണം തിയേറ്ററുകളിലൊക്കെ തന്നെ വലിയ ആരവവും ആഘോഷവും ഒക്കെ തന്നെയാണ്. അത് പോസിറ്റീവ് സൈനായി തന്നെ പ്രേക്ഷകരും അതോടൊപ്പം തന്നെ അണിയറ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ അതിനെ കാണുകയാണ്. നിങ്ങൾ സിനിമ കാണാൻ എത്തിയതാണോ അതോ എന്താണ്? അടുത്ത ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതെ അതെ. ഫസ്റ്റ് ഷോ കിട്ടിയില്ല? ഫസ്റ്റ് ഷോ കിട്ടിയില്ല, സെക്കൻഡ് ഷോ കിട്ടിയിട്ടു. അതെ. എത്രത്തോളം ഉണ്ട് ആവശ്യം? പിന്നെ ഈ സിനിമ അത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ആവശ്യത്തിൽ നിൽക്കുക. അതെ, സിനിമ അനൗൺസ് ചെയ്ത് അന്നോട്ട് കട്ട വെയിറ്റിംഗാ. എവിടെന്നാ വരുന്നേ? നമ്മൾ ട്രിവാൻഡ്രത്തുനിന്നോ? അതെ. ഇല്ല, ഇവിടെ വർക്ക് ചെയ്യുക. അങ്ങനെ എങ്ങനെയാണ്? അതെ, ഇതുപോലെ തന്നെയാണ്. ഞാനിവിടെ വർക്ക് ചെയ്യാണ്. ആദ്യത്തെ വാൻ ഷോ ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇത് ബുക്ക് മൈ ഷോയിൽ പോരായിരുന്നു. രാവിലെ തൊട്ട് നോക്കിയിരുന്ന് ഉച്ചയ്ക്ക് ശേഷം ടിക്കറ്റ് കിട്ടിയ. ഈ പ്രീ ബുക്കിംഗ് ഒക്കെ ഭയങ്കര രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എത്ര നാൾ മുമ്പ് ബുക്ക് ചെയ്താ? ഞങ്ങൾ അന്ന് രാവിലെ 9 മണിക്ക് എണീറ്റിരുന്ന് ബുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ സെർവർ പോയ കാരണം കിട്ടിയില്ല. ഒരു 3 മണിയായി ടിക്കറ്റ് കിട്ടിയപ്പോൾ. അല്ല, അങ്ങനെ ഒരു അക്ഷമരായി നിൽക്കുകയാണ് അല്ലേ? ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഫസ്റ്റ് ഷോ കിട്ടാത്തതിൻ്റെ ഒരു നിരാശയുണ്ട്. അതിൻ്റെ നിരാശയുണ്ട്. എന്തായാലും ഇത് അടുത്ത ഷോയ്ക്ക് വേണ്ടി, അതായത് ഈ ഷോ ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. 6 മണിക്ക് തുടങ്ങിയാണ്, അരമണിക്കൂർ ആകുന്നതേ ഉള്ളൂ. അടുത്ത ഷോയ്ക്ക് വേണ്ടി കാണാൻ വന്ന ആളുകളെയാണ് പ്രേക്ഷകരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ അത്രത്തോളം ഒരു എക്സ്പെക്റ്റേഷൻ ഇതിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. അങ്ങനെ വലിയ ആരവം ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപ് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, മിക്ക തിയേറ്ററുകൾ മുന്നിലും ഇത് തന്നെയാണ് കാഴ്ച. അങ്ങനെ ആഘോഷത്തോടുകൂടി ആരവത്തോടുകൂടി അവർ എമ്പുരാനെ വരവേൽക്കുകയാണ്. മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രത്തോളം പ്രതീക്ഷ ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് താനും. ലൂസിഫർ ഇറങ്ങി 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ലൂസിഫർ നമുക്ക് മുന്നിലുള്ള ഒരു സിനിമയാണ്. അത് വലിയൊരു കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു. അത്തരത്തിലുള്ളൊരു വലിയ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിനാണ് എമ്പുരാനിലൂടെ വരുന്നത്. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ റിലീസാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അത്രത്തോളം ഏറ്റവും മുടക്കുമുതൽ ഉള്ള ഒരു ചിത്രവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഘടകങ്ങളും ചേർന്ന് എല്ലാ ഘടകങ്ങളും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അതുകൊണ്ട് അത്രത്തോളം പ്രതീക്ഷ മലയാള സിനിമാ മേഖലയ്ക്കും ഒക്കെ തന്നെ ഈ സിനിമയുടെ ഭാഗമായി ഉണ്ട്. ഒരു വലിയൊരു പ്രചരണം, വലിയൊരു പ്രൊമോഷൻ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രാജ്യവ്യാപക പ്രൊമോഷനൊക്കെ ശേഷമാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അണിയറ പ്രവർത്തകർ യാത്ര ചെയ്തിരുന്നു. അങ്ങനെ ടീം എമ്പുരാൻ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലേക്ക് പറന്നിറങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ അതിൻ്റെ ഒരു ആവേശം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. തുടർന്ന് അവർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വലിയൊരു പ്രതീക്ഷയ്ക്ക് നടുവിൽ ഇപ്പോൾ എമ്പുരാൻ തിയേറ്ററുകളിൽ റിലീസായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ റിലീസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈഡ് റിലീസിന് ഇവിടെ തുടക്കം കുറിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തുടർന്നുള്ള ഷോകളിലും അത്തരം കാര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും വലിയ നിയന്ത്രണത്തോടുകൂടി, വലിയ ക്രമീകരണത്തോടുകൂടി, സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഈ ഷോകളൊക്കെ തന്നെ നടക്കുന്നത്. പോലീസിനെ അടക്കം വിന്യസിച്ചുകൊണ്ട്, കാരണം അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ തിയേറ്ററുകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്.